നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വിന്നേഴ്സ് ഡേ തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ നിന്നും 10+2 ക്ലാസുകളിലെ CBSE പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഡ്രീം ദം സ്ഥാപകനും സഫയർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ അധ്യാപകനുമായ ഡോക്ടർ T. സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജന KK സ്വാഗതം പറഞ്ഞു. സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഹരീഷ്, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഡോക്ടർ T. സുരേഷ് കുമാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കുട്ടികളിലെ ചിന്താസരണിയെ വളർത്താൻ ഉതകുന്നതായിരുന്നു. പഠന കാലയളവിൽ പാലിക്കേണ്ട കൃത്യത, ലക്ഷ്യത്തിലെത്താനുള്ള അവബോധം എന്നിവയെല്ലാം വളരെ ലളിതമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശേഷം 10+2 ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ആദരവിനെ തുടർന്ന് വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപിക ശ്രീമതി വിദ്യ K.യുടെ നന്ദി പ്രകാശനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. Officially kickstart the event, I invite our principal Srimati Sajna KK for the welcome address. This is an occasion of joy for all of us, as we have come together for celebrating this auspicious day. Our school believes that good education plays a crucial role in building a bright future for our children. On this important occasion, let us celebrate the success achieved by our students through their sheer hard work and perseverance of both those students as well as teachers. എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ കാര്യത്തിലും സഹകരിച്ച എല്ലാ പാരൻസിനോടുമുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദരവിൻ്റെ വേദിയിലാണ് നാം ഇരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് ഇതാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പല പ്രോഗ്രാമുകളും, കൾച്ചറൽ പ്രോഗ്രാമുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കാനും അതിനുവേണ്ടി സ്റ്റേജുകളുണ്ടാക്കി വലിയ ആർഭാടമായി നടത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെയൊരു വേദി അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ച്, നോൺ ടീച്ചിങ് സ്റ്റാഫിനെ കുറിച്ച് സംബന്ധിച്ച് അവരൊക്കെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ പ്രകടമാകുന്നത്. 2004 നമ്മൾ ആദ്യത്തെ +2 ബാച്ച് ഇവിടുന്ന് പുറത്തിറങ്ങിയിരുന്നതാണ്. ഇപ്പം ഈ 30 വർഷം പിന്നിടുമ്പോഴും ഒരു തരി പുറകോട്ട് പോവാതെ ഓരോ വർഷവും റിസൾട്ട് ബെറ്ററാക്കി വന്ന് ഇന്ത്യയിലെ പവൻസ് ഫാമിലിയിൽ ഇത്രയും വലിയ സ്ഥാനം നമുക്ക് അലങ്കരിക്കാൻ കഴിയുന്നത് എന്നത് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെ, ഈ വിദ്യാർത്ഥികളുടെ, ഈ രക്ഷിതാക്കളുടെ, ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമാണ്. For trusting us and handing over their children to our school for studying in +1 because there was a time when after 10th standard all will migrate to state board. After Corona, these parents, now present 12, they trusted us and they decided to admit their children in our school. So I am very much grateful to them for the trust they have bestowed upon us. എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ തിയററ്റിക്കൽ ഫിസിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ആംഗസ് വിൽസൺ ഗബ്രിയേലിന് നീറ്റ് പരീക്ഷയിൽ 720 500 മാർക്ക് കിട്ടിയുള്ളൂ. +2 കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം 500 മാർക്ക് കിട്ടിയുള്ളൂ. ഇവന്റെ അച്ഛനും അമ്മയും കൂടെ അവനെ ആകെ ചീത്ത പറഞ്ഞ് ആകെ ഡിമോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കരമായി ഡിമോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ അവൻ ചെയ്ത പ്രതികാരം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്തുണ്ടായാലും അറിയോ, അവൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ സാറ്റ് എന്നറിയപ്പെടുന്ന ആ എക്സാം പോയി എഴുതി. ആ എക്സാമിനേഷൻ അവന് 1583 മാർക്ക് കിട്ടി. 1600. ഈ 1600 മാർക്ക് 800 മാർക്ക് ഇംഗ്ലീഷാണ്. CBSE-കാരായതുകൊണ്ട് എളുപ്പമായിരിക്കും. ബാക്കി 800 മാർക്ക് ബേസിക് മാത്സ് ആണ്. 1600 1583 മാർക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവൻ ഇന്റർനാഷണൽ ലെവലിൽ സ്കോളർഷിപ്പ് കൂടെ കിട്ടി. ഒരു മാസം പഠിക്കാൻ അവന് 3.5 ലക്ഷം സ്കോളർഷിപ്പ് കൊടുത്തു. ജർമ്മനി എത്ര ലക്ഷം? അങ്ങനെ അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ
അവൻ സാറ്റ് എക്സാം എഴുതി അവൻ എവിടേക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ എവിടെ പോയി? ജർമ്മനി പോയി. എന്ത് പഠിക്കാൻ? പേര് ഓർമ്മിച്ച് വെച്ചോ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൻ എന്തായി തീരും? ഇതവൻ എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതി തന്നിട്ടുള്ള അവന്റെ ഫ്യൂച്ചർ പ്രപ്പോസലാണ്. അവൻ ഫ്യൂച്ചറിൽ ആരായി തീരണം? അവൻ ഈ സയന്റിസ്റ്റുകളെ പോലെ സയന്റിസ്റ്റായി മാറണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം അതെല്ലാം അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ എന്തൊക്കെ ചെയ്യും അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ എന്തായി തീരും? സയന്റിസ്റ്റായി മാറുമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ സ്റ്റേജിൽ വന്ന് ഞാൻ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് പഠിക്കുകയാണ്. ആ കോഴ്സ് പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ രാജ്യത്തിനൊക്കെ സംതിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വലിയ ആളായി തീരും. നല്ലപോലെ പൈസ സമ്പാദിക്കും. ആ പൈസ സമ്പാദിച്ചിട്ട് ഒരു വർഷത്തെ നമ്മുടെ ഭവൻസ് സ്കൂളിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികളെ അവരെ സഹായിക്കും. നിങ്ങളുടെ ടീച്ചർമാരെയൊക്കെ ചെറുതായിട്ടൊന്ന് സഹായിക്കും. നിങ്ങളുടെ സ്കൂളിലെ റിനോവേഷൻ പ്രവർത്തികൾക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഭയങ്കര വിഷണറി ആയിട്ടുള്ള വല്ല കുട്ടികളുണ്ടെങ്കിൽ എഴുതുന്നുണ്ട്. സ്കൂളിന്റെ കൂടെ നിന്ന് എന്റെ ഇത്രയും വലിയൊരു ബോർഡ് എക്സാം, ഇന്ത്യയിൽ എത്രയോ കുട്ടികൾ എഴുതിയ ബോർഡ് എക്സാം എനിക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയെങ്കിൽ അത് ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. 10th 12th ബോർഡ് എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമ്മൾ പലപ്പോഴും പഠിച്ചങ്ങോട്ട് അവശരാകും. നമുക്ക് മുന്നോട്ട് അങ്ങോട്ട് നീങ്ങാനൊരു പഠിക്കാൻ തോന്നുന്നില്ല, മടിയാണ്. ഞാനിപ്പോൾ അടുത്ത് അതിനുള്ള ഏറ്റവും കുറിക്കുള്ളൊരു മറുപടി എഴുതും. എന്താണെന്നറിയോ? നമുക്ക് വേണമെന്ന് തോന്നുന്നത് നമ്മൾ എന്തായാലും നേടിയെടുക്കും. ചീറ്റ അതിൻ്റെ ഇരകളെ പിടിക്കാൻ പോകുമ്പോൾ 10 പ്രാവശ്യം അത് ഓടിയാൽ 2 മൃഗങ്ങളെ എതിര് പിടിക്കാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് കണക്കാണ്. അതായത് 8 പ്രാവശ്യം ചീറ്റയേക്കാൾ വേഗത്തിൽ ഈ ഭൂമിയിൽ മൃഗങ്ങൾ ഓടിയിട്ടുണ്ട്. കാരണം എന്താ? ജീവനും കൊണ്ട് ഓടുന്ന മൃഗങ്ങൾ ചീറ്റയേക്കാൾ വേഗത്തിൽ ഓടും. നിങ്ങൾക്കത് മനസ്സിൽ വേണം. അതായത് ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കണ്ടന്റ് എന്റെ ഹൃദയത്തിൽ വേണം. ഇവിടെയല്ല സ്റ്റോർ ചെയ്യേണ്ടത്, ഇവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ചെയ്തത് തെറ്റാണ്, ഇനി അത് മാറ്റാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ സക്സസിന്റെ ആദ്യത്തെ പടി എടുത്ത് ചവിട്ടുന്നത്. അല്ലാതെ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് വലിയ കാര്യമില്ല, പഠിച്ചവരൊക്കെ എവിടെ എത്തി എന്നുള്ളത് ചോദിക്കുന്നത്. അത് പറയുമ്പോ നിങ്ങൾ ഇരിക്കുന്ന ഹാളിൽ ഒരു ഫാനോ AC ഇട്ട് ഇരിക്കുകയാണെങ്കിൽ ആരൊക്കെയോ സയൻസ് നന്നായി പഠിച്ചുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്. നമുക്കുള്ള കംഫർട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരൊക്കെയോ പഠിച്ചിട്ടാണ് നമുക്ക് എല്ലാ സ്റ്റേജ് ആദ്യം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വിളിച്ചെനിക്ക് വരാനുള്ള ധൈര്യം കിട്ടിയത് ഒരു ദിവസം ഞാൻ ഒരു പണ്ടുള്ള കഥ പോലെ ഒരു മുത്തശ്ശൻ നിന്നു. ആ മുത്തശ്ശി ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു. പക്ഷെ അന്നെനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മുത്തശ്ശി പറയുന്നു, സ്റ്റേജ് ഫിയർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഗിഫ്റ്റ് പറഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ തരുന്നു. അങ്ങനെ അതിന് ശേഷം എനിക്ക് സ്റ്റേജ് ഫിയർ പറയുന്നു. പിന്നെ എനിക്ക് ഒരു IPS ഓഫീസർ ആവാൻ ഇഷ്ടം, അല്ലെങ്കിൽ ലീഡർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. That's the thing which Bhavans gave me. The word Bhavan is something which was just a waste in my 7th standard. I joined here in 8th standard, and right from then I can say that those 5 years which I spent here is the beautiful one in my life. Because if I am able to speak in front of you, if I am able to take applauses of thousands of people across any place, that is what Bhavans Tirunavaya gave me. And I can assure one thing, after 20 years, if I don't come in place of Suresh sir and take a lecture over here, I am ready to cut down all my achievements which I have done so far. I challenge this over here because the stage which gave me everything who am I want to return something to this stage for a single minute without shivering my hands. And I joined the school after the COVID time. First year of school, I became the head boy of the school. I don't know, others may say this to be a very small achievement, but more than head boy,
I felt that I took everybody's heart. As you know me, my name is Abhinav. I just studying in 6th, and I'm here to say a small quote. As Sir told, he got the 30,000 watch. Cristiano Ronaldo got 13 million watch. The only thing I care is I only wear like a 500 rupees watch. The only thing I care is that every watch just shows the same time. The same time. Every watch you wear is just the same time. സാറിനെ ക്വസ്റ്റ്യൻ ചോദിച്ചു വാട്ട് ഇസ് യുവർ ഡ്രീം എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്ന് വന്ന് പറഞ്ഞു എനിക്ക് സിവിൽ സർവന്റ് ആണെന്ന്. ആ ഒരൊറ്റ ആൻസർ സാറിനെ എനിക്ക് കിട്ടിയത് ഒരു പ്രൈസ്ലെസ് ഗിഫ്റ്റ് ആണ്. താങ്ക് യു സർ, താങ്ക് യു അല്ലോ. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ അതിനെ തേടി പോകണം. We come together to celebrate the achievement of our outstanding students. On behalf of Bharatiya Vidya Bhavan Tirunavaya, it's my honor and privilege to extend a heartfelt vote of thanks. Tan Media News, Tirur. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.